എന്താ വലിയ ആലോചിച്ചിങ്ങനെ എന്താ പരിപാടിക്ക് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ എന്നതാ ചിന്തയൊന്നുമില്ല. ആ എപ്പോഴും ചിന്തയാണോ എനിക്ക്? ആ എനിക്ക് ചിന്തയൊന്നുമല്ല. ആ എനിക്ക് ഒന്ന് ഡോക്ടറെ കാണാൻ പോകണം. അയ്യോ എന്നാ പറ്റി ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. പറ്റിയതൊന്നുമല്ല. ആ ഈ ഡോക്ടറെ അടുക്കലും വയസ്സ് എത്ര പറയണം? വയസ്സ് എത്ര പറയണമെന്നോ? ഉം. എൻ്റെ വയസ്സാണോ? അല്ലേ, എനിക്ക് എത്ര വയസ്സ് ആ തോന്നുന്നു പറയാൻ? നിൻ്റെ വയസ്സ് നീയല്ലേ പറയണത്, നിനക്കറിയാലോ എത്ര വയസ്സുള്ളതെന്നുള്ളത്. ഒരു 45 പറയാം അല്ലേ? എന്നെ ഇപ്പോൾ നീ അസുഖമായിട്ട് പോകുന്നതല്ലേ? ആ, വയസ്സറിയാൻ വേണ്ടി പോകണമാണോ ഡോക്ടറെ അടുത്ത്? അസുഖമായിട്ട് പോകണാണേലും വയസ്സ് ചോദിക്കും. അപ്പോൾ ഡോക്ടറോട് നമ്മളെ വയസ്സ് പറയണം. ഉം. അപ്പം അതിനെ എനിക്ക് എത്ര തോന്നിപ്പിക്കുന്ന ഞാൻ ചോദിക്കുന്നത്. തോന്നിപ്പിക്കുന്നതിനെ അത് നിനക്ക് സ്വയം ഒരു തോന്നലുണ്ടോ? കണ്ണാടി എടുത്ത് നോക്കുക, അന്നേരം അറിയാം എത്ര തോന്നിക്കുന്നുണ്ടെന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് 45 വയസ്സാണ് തോന്നിക്കുന്നത്. ആ എന്നാൽ പിന്നെ ആ 45 പറയണം. അങ്ങനെ പറയാമല്ലേ? ആ പിന്നെ അല്ലാണ്ടല്ല. അതാ നല്ലത്. എന്നെ പറഞ്ഞിട്ട് വയസ്സിനെ പറ്റി ഒരു തർക്കമൊക്കെ വരുന്നത്. അല്ല, ഒരു അസുഖമുണ്ട്, അതും ഡോക്ടറെപ്പോട് പറയണം. പിന്നെ എനിക്ക് ഈ ഒരു പെൻഷൻ കിട്ടാനുള്ള ഒരു പരിപാടിയൊക്കെ വരുന്നുണ്ട് ഒരുങ്ങി. അപ്പോൾ അതിന് വയസ്സ് ആ 35 വയസ്സുള്ള പെണ്ണുങ്ങൾക്ക് അതിന് കഴിയും. എത്രയുണ്ടെന്ന് വയസ്സ് എത്രയുണ്ടെന്നും അറിയണം. അപ്പം എൻ്റെ വയസ്സ് ഇപ്പം ഞാൻ 35 അല്ലെ 45 പറഞ്ഞാലും അത് ആൾക്കാർ കേട്ടാൽ വിശ്വസിക്കില്ല. അയ്യോ വിശ്വസിക്കില്ല പോലും. ആ അത്ര തോന്നിക്കില്ലെന്നായിരിക്കും നീ പറഞ്ഞു തന്നെ. അയ്യേ അപ്പോൾ ഡോക്ടറോട് പറഞ്ഞാൽ ഡോക്ടർ പറയുകയാണെങ്കിൽ മനുഷ്യർ സമ്മതിക്കുമല്ലോ. അതിനാ. അതെ. അപ്പം എന്നോട് ചില ആൾക്കാർ ചോദിക്കും, ചേട്ടൻ്റെ മെമ്പറത്തി 60, 70, 80 വയസ്സായിട്ടുണ്ടോ ഇല്ല എന്ന് വെളിയിലോട്ടിറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്. അണ്ട് ആ ആളാണ് 45 വയസ്സെന്ന് പറയാൻ വലിയ വിഷമമായിട്ടിരിക്കണേ. ആ